ഇറാന്റെ എല്ലാ മിസൈൽ ശേഷിയും സൈനിക ശേഷിയും നശിപ്പിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോൾ തന്നെ ഇറാന്റെ പക്കൽ ഇപ്പോഴും വലിയ തോതിൽ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ശേഷിയുണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നത്. ചുരുക്കത്തിൽ ഇറാന്റെ മിസൈൽ കരുത്തിന് കാര്യമായി കുറവൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവർ വിലയിരുത്തുന്നത് കഴിഞ്ഞ 5 ആഴ്ചകളിലായി അമേരിക്കയും ഇസ്രായേലും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തുടർച്ചയായി ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാന്റെ പക്കലുള്ള മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങളിൽ പകുതിയോളം ഇപ്പോഴും സുരക്ഷിതമാണെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നു. മേഖലയിൽ ഉടനീളം വൻ നാശനഷ്ടങ്ങൾ വരുത്താൻ അവർക്ക് ഇപ്പോഴും പൂർണ്ണമായ ശേഷിയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇറാന്റെ ഡ്രോൺ മിസൈൽ ശേഷിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇറാന്റെ പക്കലുള്ള ആയിരക്കണക്കിന് ഡ്രോണുകൾ ഇപ്പോഴും സുരക്ഷിതമാണ്. അതായത് രാജ്യത്തിന്റെ ആകെ ഡ്രോൺ ശേഷിയുടെ ഏകദേശം 50% ഇപ്പോഴും അവശേഷിക്കുന്നു എന്നർത്ഥം. കടൽ തീരങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന മിസൈലുകളിൽ വലിയൊരു ഭാഗവും തകർക്കപ്പെട്ടിട്ടില്ല. തീരദേശത്തെ സൈനിക കേന്ദ്രങ്ങളെക്കാൾ കൂടുതൽ കപ്പലുകളെ ലക്ഷ്യം വെച്ചാണ് അമേരിക്ക നിലവിൽ ആക്രമണം നടത്തുന്നത് എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. ഈ മിസൈലുകൾ നിലനിൽക്കുന്നത് ഇറാന്റെ വലിയൊരു കരുത്താണ്. ലോകത്തെ പ്രധാന കപ്പൽ പാതയായ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തെ ഭീഷണിപ്പെടുത്താൻ ഈ മിസൈലുകൾ വഴി ഇറാൻ സാധ്യമാകുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭരണകൂട ഉദ്യോഗസ്ഥരും പരസ്യമായി അവകാശപ്പെടുന്ന സമ്പൂർണ്ണ സൈനിക വിജയത്തെക്കാൾ സങ്കീർണവും എന്നാൽ വ്യക്തവുമായ ഒരു ചിത്രമാണ് ഇറാന്റെ നിലവിലെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള അമേരിക്കൻ രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകുന്നത്. ഇറാനിലെ 13,000-ഓളം കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ശക്തിയിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല എന്നത് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങൾക്ക് പുറമെ ഇറാന്റെ പക്കൽ വലിയൊരു മിസൈൽ ശേഖരം തന്നെയുണ്ടെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഇസ്രായേൽ, ഗൾഫ് രാജ്യങ്ങൾ കൂടാതെ US സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നേരെ ഇപ്പോഴും കൃത്യമായ ഇടവേളകളിൽ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം അവ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നതാണ്. പതിറ്റാണ്ടുകളായി ഇത്തരം ഒരു യുദ്ധം പ്രതീക്ഷിച്ച് ഇറാൻ നിർമ്മിച്ച വിപുലമായ തുരങ്ക ശൃംഖലകളും ഗുഹകളും കാരണം അവയെ ലക്ഷ്യം വെക്കുക എന്നത് അതീവ ദുഷ്കരമാണ് എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആശങ്ക. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ ഭൂഗർഭ സൈനിക താവളങ്ങളുടെ പ്രവേശന കവാടങ്ങളാണ്. കൂടാതെ ആക്രമണങ്ങളിൽ തകർന്ന ഈ കവാടങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ബുൾഡോസറുകൾ പോലുള്ള വലിയ യന്ത്രങ്ങളും അവർ തകർക്കുന്നു, അതിനെ ലക്ഷ്യം വെക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ അമേരിക്ക പാടുപെടുകയാണെന്നും യുദ്ധം അവസാനിക്കാതെ ഈ സുപ്രധാന ജലപാത തുറക്കുമെന്ന് ഉറപ്പാക്കാൻ കഴിയില്ല എന്നുമാണ് അമേരിക്ക സ്വകാര്യമായി സമ്മതിക്കുന്നതെന്നും പുതിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഔദ്യോഗിക നാവികസേന ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടെങ്കിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കീഴിലുള്ള പ്രത്യേക നാവിക വിഭാഗത്തിന് ഇപ്പോഴും അവരുടെ ശേഷിയുടെ പകുതിയോളം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നുണ്ട്. ബുധനാഴ്ച പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇതുവരെ ഇറാന്റെ 155-ലധികം കപ്പലുകൾ നശിപ്പിക്കുകയോ കേടുപാടുകൾ വരുത്തുകയോ ചെയ്തിട്ടുണ്ടെന്ന് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. എന്നാൽ അമേരിക്ക ഈ കണക്കുകൾ പറയുമ്പോൾ ഏത് നാവികസേനയാണ്, അതായത് ഔദ്യോഗിക നാവികസേനയോ അതോ IRGCയെയോ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ലെന്ന് അനിക്ക ഗാൻസബെൽഡ് പറഞ്ഞു. ഇറാന്റെ പ്രോക്സികളും ഡ്രോൺ ശേഖരങ്ങളും ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിലൂടെ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകളെ ലക്ഷ്യം വെക്കാനുള്ള ശേഷി തങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. അതിനാൽ ഇറാന്റെ ഈ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒട്ടേറെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തേണ്ടതുണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും. അമേരിക്കൻ രഹസ്യാന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് CNN ആണ്.